ചർച്ചയ്ക്ക് നിങ്ങൾ പറയുന്ന സമയത്ത് ചോദ്യം ചോദിച്ചു രാഹുൽ ഗാന്ധി വന്നോയില്ലേ? രാഹുൽ ഗാന്ധി വന്നോയില്ലേ? നിങ്ങൾ ഞാൻ ചോദിച്ച ഒരു യെസ് ഓർ നോ പറയൂ. നിങ്ങൾ എന്തിനെങ്ങനെ വളച്ചു കെട്ടുന്ന കാര്യം പറയൂ. രാഹുൽ ഗാന്ധി വന്നോയില്ലേ? രാഹുൽ ഗാന്ധി എവിടെയാണെങ്കിലും പറഞ്ഞിറങ്ങി ഒപ്പുന്ന ആളാണല്ലോ. എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? ഇവിടെ വന്ന കളസം കീറും, അത്ര തന്നെ. അല്ല, ഞാൻ ഇനി ഭാഷ മാറ്റി കഴിഞ്ഞാൽ നീലിമ നമ്മുടെ സംസ്കാരത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കോൺഗ്രസിന്റെ സംസ്കാരം നിങ്ങൾ വിടാൻ പാടില്ല. നീലിമ വൃത്തികെട്ട ചർച്ചയ്ക്ക് വിളിക്കരുത്. നീലിമ വൃത്തികെട്ട ചർച്ചയ്ക്ക് വിളിക്കരുത്. അല്ല ഇല്ല, ഞാൻ ഇനി പറയുന്നില്ല. ഇവിടെ ഒരു വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ യാതൊരു ബന്ധവുമില്ലാത്ത ഇവിടെ മണിപ്പൂരിന്റെ വിഷയം കൊണ്ടുവരും. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ എന്താണ് മണിപ്പൂരിലെ വിഷയം എന്ന് നിങ്ങൾ പിന്നീട് ഒന്ന് പറഞ്ഞു തരണം. അവിടെ എവിടെയാണ് ഈ വിഷയത്തിൽ ഏതെങ്കിലും വിധേന ഒരു പള്ളി കത്തിച്ചതിന്റെ കഥയൊക്കെയാണ് പറയുന്നത്. രണ്ടു വശത്തും പള്ളികൾ കത്തിരിക്കപ്പെട്ടിട്ടുണ്ട്. അതൊരു എത്നിക് പ്രോബ്ലമാണ്. അതിനകത്ത് മതം തിരികാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ജിഹാദികൾ നടത്തുന്ന ആ ഒരു കുത്തിത്തിരിപ്പിനോട് കോൺഗ്രസ് എന്തിനാണ് സമാനമായ നിലപാടെടുക്കുന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഏതായാലും ഇദ്ദേഹം അത് തന്നെയാണ് ഇവിടെ പറയാൻ ശ്രമിച്ചത്. ഇമ്മാരി അൽക്കുലത്ത് പരിപാടിയിലാണ്ട് പിടിച്ചേക്കാൻ പറ്റില്ലെന്ന് പോട്ടെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞു അവിടെ വലിയ തോതിൽ രാഹുൽ ഗാന്ധി മാത്രമാണ് ഇടപെട്ടത് എന്നാണ് പറയുന്നത്. ഈ മുനമ്പത്തെ വിഷയം അതൊരു വലിയ വിഷയമാണെന്നും കോൺഗ്രസ് ഈ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുമാണ് ഇവിടെ നിജേഷ് ഇവിടെ പറഞ്ഞു വെക്കേണ്ടായത്. ഏത് തരം പ്രശ്നം ഉണ്ടായാലും അവിടേക്ക് ചാടി വീണ് പറന്നിറങ്ങി അവിടെ ജനങ്ങളുടെ വിഷമം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിഷ്യൂ പേപ്പറായിട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധി എത്ര തവണ ഈ മുനമ്പത്ത് വന്നു എന്നും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ മതി. എന്റെ മാനം കളയാതെ നീ വെല്ലുവിളി നേരിട്ട്. നിജേഷിനോടാണ് ചോദ്യം. നിങ്ങൾ ഈ സംസാരം കേട്ടാൽ വിചാരിക്കുമല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരത്തിലില്ല എന്ന്. ഇനി പിന്നീട് അദ്ദേഹത്തിന്റെ പ്രയാസം ഹൈബീഡൻ മണിപ്പൂരിലേക്ക് പോയതാണ്, ഡീൻ കുര്യാക്കോസ് മണിപ്പൂരിലേക്ക് പോയതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്ത് പ്രശ്നമുള്ളിടത്തൊക്കെ പോകും. വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. രാഹുൽ ഗാന്ധി വന്നോ? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചല്ലോ. അയ്യോ, നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയും. രാഹുൽ ഗാന്ധി വന്നോ ഇല്ല? രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? അത് പറയും. നീലിമ ഒരു കാര്യം ചോദിക്കട്ടെ. നീലിമ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാൻ കാസയുടെ പ്രതിയുടെ മറുപടി കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ മറുപടിയിലേക്ക് വരുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒരു തിരക്ക് കാണിച്ചാൽ എന്താ കാര്യം? എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. ഞാൻ കാസയുടെ കാര്യം അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത്, ശരിയാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മറുപടി പറഞ്ഞു തീർന്നിട്ടല്ലേ. നിങ്ങൾക്ക് എവിടെയും പോകാനല്ലോ. 9 മണി വരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവില്ലേ സുഹൃത്തെ? ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഈ മറുപടി 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ഫോൺ നമ്പർ ഞാൻ വിളിച്ചറിയിച്ചേക്കാം. നമ്പർ തന്നെ അത് ഞാൻ വിളിച്ചോളാം. 9072555001 എഴുതിയെടുത്തോളാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. 9072555001 ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. ആദ്യം സംസാരിച്ച ആളുടെ ഫോൺ നമ്പർ പറയുന്നുണ്ട്, എഴുതിയെടുക്കും. ഫോൺ നമ്പർ പറയുന്നുണ്ട്, എഴുതിയെടുക്കും. ഫോൺ നമ്പർ പറയുന്നു, എഴുതിയെടുക്കും. ഫോൺ നമ്പർ പറയുന്നു, എഴുതിയെടുക്കും. ഒരു ചർച്ചയ്ക്ക് ഇരിക്കാൻ ഫോൺ നമ്പർ പറയുന്നുണ്ട്, എഴുതിയെടുക്കും. ഞാൻ എടുത്ത് എഴുതിയെടുത്തോളാം. 9072555001 അതിലേക്കൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എടുത്ത് അറിയിച്ചോളാം. ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ പറയുന്ന സമയത്ത് ചോദ്യം ചോദിച്ചു ചോദിച്ചാൽ ഉത്തരം പറയും. രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? കാത്തു നിൽക്കണം. രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? ഞാൻ ചോദിച്ച ഒരു യെസ് ഓർ നോ പറയൂ. നിങ്ങൾ എന്തിനെങ്ങനെ വളച്ചു കെട്ടുന്ന കാര്യം പറയൂ. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാനും പറഞ്ഞു. രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? രാഹുൽ ഗാന്ധി എവിടെയാണെങ്കിലും പറഞ്ഞിറങ്ങി ഒപ്പുന്ന ആളാണല്ലോ. എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? എത്തുന്ന പ്രശ്നങ്ങളും സ്ഥലങ്ങളും ഉണ്ട്. രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ലേ. നിങ്ങൾ ഞാൻ ചോദിച്ചു മുഴുവൻ ചോദ്യം കേൾക്കും മിസ്റ്റർ. രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? നിങ്ങളെ തരികടയൊക്കെ കഴിഞ്ഞു ചോദിച്ചാൽ ഉത്തരം പറയും. രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? ഇനി എന്തിനാ സുഖി ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? സമരത്തിലുണ്ട്. അത് നിങ്ങൾക്കറിയില്ല. രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഈ പറയുന്ന ആവനാഴിയിൽ അമ്പിന്റെ കോണം. ഇതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റെ കഥയൊക്കെ തീർന്നിരിക്കുകയാണ്. നിങ്ങൾ അത് ചുരുട്ടിക്കെട്ടി വല്ല കൊക്കയിലോ അല്ലെങ്കിൽ പാണക്കാട് നമ്മളെ പാണക്കാട് മൂരി അവിടെ നമ്മളുടെ ഇതുണ്ടല്ലോ, എന്താണ് തൊഴുത്തുണ്ടല്ലോ, അതിന്റെ പിന്നിൽ ചാണകക്കുഴി കാണും, അതിൽ കൊണ്ടുപോയി ഇടും. ഓക്കെ, ഇനി വല്ല ഒട്ടകത്തിന്റെ ചാണകം കുഴി വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ഏർപ്പാടാക്കി തരാം, അവിടെ കൊണ്ടുപോയി ഇടാം. ഓക്കെ, ഇതുപോലെയുള്ള സംസ്കാരമുള്ള ആളുകളാണ്. നിങ്ങളൊന്ന് സഹിഷ്ണുതയായിട്ട് നിങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് സഹിഷ്ണുത പറഞ്ഞു കൊടുത്തിരുന്ന ആളല്ലേ? അപ്പൊ നിങ്ങൾ തിരിച്ചിങ്ങോട്ട് കുറച്ച് സഹിഷ്ണുത കാണിക്കും. ചോദിച്ചതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് പറയാനില്ല. രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ ഇരട്ടത്താപ്പ്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ കഥ കഴിഞ്ഞു, നിങ്ങളുടെ
രാഷ്ട്രീയം കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ തിരി കെട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെറും ഒരു ഊച്ചാളി പാർട്ടിയാണെന്ന് പറയേണ്ടി വരുന്നതാണ്. ഓക്കെ, കോൺഗ്രസിന്റെ എന്തെങ്കിലും ഒരു മേൽവിലാസവുമില്ലാതെ കാസയോടാണ് അല്ല സാറല്ല, പോട്ടെ, മനസ്സിലായി. നിങ്ങളെ വിഷമം നമുക്ക് മനസ്സിലാവും. സാറല്ല, വിഷമം നമുക്ക് മനസ്സിലായി. സാറല്ല, അല്ല ഈ സംസ്ഥാനത്ത് കോക്കസ് സലീമിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് എനിക്ക് ഇന്ന് അറിയണം. ഞാൻ എന്റെ ഭാഷ നീലിമ ഒരു കാര്യം എന്റെ മറുപടി കേൾക്കാൻ അദ്ദേഹം തയ്യാറുണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞു രാഹുൽ ഗാന്ധി വന്നില്ല. അതല്ല ഇതേവരെ ഈ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിട്ടോ? മണിപ്പൂരിലേക്ക് പോയി എന്ന് നിങ്ങൾ 40 വട്ടം പറയുകയും അതിന്റെ പേരിൽ ബാക്കിയുള്ള ആളെ അളക്കുകയും ചെയ്യുന്ന നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. മുനമ്പത്തെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇത്രയും നാളായിട്ട് ഒരു തവണയെങ്കിലും രാഹുൽ ഗാന്ധി വന്നോ ഇല്ലേ? പറഞ്ഞോട്ടെ, വന്നോ ഇല്ല എന്ന് പറയൂ. നിങ്ങൾക്ക് മണിപ്പൂരിൽ പോയിട്ടുണ്ട്, മുനമ്പത്ത് വന്നിട്ടില്ല. അത്രേ നമുക്ക് അറിയേണ്ടുള്ളൂ. ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഇവിടെ വന്ന കളസം കീറും, അത്ര തന്നെ. വല്ലാണ്ട് അലുമ്പാക്കരുത്, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ല, ഞാൻ ഇനി ഭാഷ മാറ്റി കഴിഞ്ഞാൽ നീലിമ നമ്മുടെ സംസ്കാരത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ കോൺഗ്രസിന്റെ സംസ്കാരം നിങ്ങൾ വിടാൻ പാടില്ല. ഞങ്ങൾക്കല്ലേ സംസ്കാരം ഇല്ലാത്ത ആൾക്കാര്. നിങ്ങൾക്ക് ഭയങ്കരമായ സംസ്കാരമുള്ള ആൾക്കാരല്ലേ. നീലിമ വൃത്തികെട്ട ചർച്ചയ്ക്ക് ദയവ് വിളിക്കരുത്. കാസയുടെ പ്രതിനിധിക്ക് മറുപടി പറഞ്ഞോളൂ. ആരിഫ് ഹുസൈൻ അദ്ദേഹം കാസയ്ക്ക് മറുപടി പറയട്ടെ. വളരെ വിനയത്തോട് നീലിമ വളരെ വിനയത്തോടു കൂടി പറയാണ്. എനിക്ക് കാസയോടും പറയാനില്ല, താങ്കളോടും പറയാനില്ല. Bing bing boo, tum 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 tum